മാറ്റിവെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഈ മഹാരഥന്മാരാകുന്ന സൂഫി പണ്ഡിതന്മാരെ, നമ്മുടെ മശായിഖുമാരെ, പരിശുദ്ധരാകുന്ന സ്വാലിഹീങ്ങളെ, ഇവരെ മുഴുവനും മാറ്റിവെച്ചിട്ട് പിന്നെ ഇവർക്ക് എന്ത് ദീനാണ് ഇവിടെ പ്രചരിപ്പിക്കാനുള്ളത്? അതുകൊണ്ട് അവർക്ക് ദീനല്ല ഇവിടെ ആവശ്യമുള്ളത്, അവർക്ക് സുന്നത്ത് ജമാഅത്തല്ല വേണ്ടത്. നേരത്തെ മഹാനാകുന്ന നാട്ടിക ഉസ്താദിനെ പോലത്തെ മഹാരഥന്മാർ പറഞ്ഞതുപോലെ അവർക്ക് താല്പര്യം സമ്പത്ത് ജമാഅത്തിൽ തന്നെയാണ്, ഒരു സംശയവും ആ കാര്യത്തിലില്ല. ആ സമ്പത്ത് ഒരുക്കുന്നതിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ ആശുപത്രി എന്ന പേരിലാണ് വന്നിരുന്നത്, മറ്റൊരു സമയത്ത് യതീമക്കളുടെ പേരിലാണ് വന്നിട്ടുള്ളത്, വേറെ ചില സമയത്ത് പള്ളികളുടെ പേരിലാണ് വരാറുള്ളത്. ഇപ്പോൾ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ മുടിയുടെ പേര് പറഞ്ഞിട്ടാണ് പണം പിരിക്കാൻ വരുന്നത്. 1400 കൊല്ലം മുമ്പുള്ള ചരിത്രത്തിലേക്ക് വാ. ഈ കാലഘട്ടം വരെയുള്ള മശായിഖുമാരിൽ, പരിശുദ്ധരാകുന്ന സ്വാലിഹീങ്ങളിൽ എത്ര ആളുകൾ ആ പരിശുദ്ധ രോമം സൂക്ഷിച്ചവരാ? അല്ലാഹുവിന്റെ പരിശുദ്ധ ഹബീബിന്റെ തലയിൽ നിന്ന്, ആ പരിശുദ്ധ താടിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള ഓരോ രോമങ്ങളും എത്ര വലിയ ആദരവോടെയാ സൂക്ഷിച്ചു പോന്നിട്ടുള്ളത്. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു തൊപ്പിക്കകത്ത് ഒരു രോമം ഉണ്ടായതിന്റെ പേരിൽ മഹാനവർകൾക്ക് പിന്നെ തന്റെ ജീവിതം, തന്റെ കുടുംബം, മറ്റുള്ള ഉത്തരവാദിത്തങ്ങൾ അതല്ല വിഷയം, ആ ഒരൊറ്റ മുടി തന്നെയായിരുന്നു. അത്രയും വലിയ സൂക്ഷ്മത ഉണ്ടാക്കിയ ആളുകൾ ഇന്ന് വരെ 1000 രൂപയുടെ അല്ലെങ്കിൽ 100 രൂപയുടെ അല്ലെങ്കിൽ 1 രൂപയുടെ ഒരു കൂപ്പൺ അടിച്ച സംഭവം ഈ കാലഘട്ടത്തിനിടയിൽ ഈ AP വിഭാഗം എന്ന് പറഞ്ഞ ബിദഈ കക്ഷികളല്ലാതെ വേറെ ഒരു കക്ഷികളും ലോകത്ത് കൊണ്ടുവന്നിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. താടിയാണോ സുന്നത്ത് ജമാഅത്തിന്റെ ലക്ഷണം? തലപ്പാവാണോ സുന്നത്ത് ജമാഅത്തിന്റെ ലക്ഷണം? എന്നാൽ സുന്നത്ത് ജമാഅത്തിനെ പറ്റിയ ആളുകളെ ഞാൻ പറഞ്ഞു തരാം. ഇന്ത്യ രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രിയുണ്ട്, ഡോക്ടർ മൻമോഹൻ സിംഗ്. നിങ്ങൾ പറയുമോ സുന്നി നേതാവാണ് എന്ന്? പ്രകടമായ വേഷം നോക്കിയിട്ടാണോ നിങ്ങൾ ദീന് വിലയിരുത്തേണ്ടത്? അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിലേക്ക് പണപ്പിരിവിന് വേണ്ടി കടന്നു വന്ന ഒരുത്തന്റെ സ്വഭാവം ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? സകാത്തിന്റെ മുതലിൽ നിന്ന് അപഹരിക്കാൻ വേണ്ടി കടന്നു വന്ന സാക്ഷാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി നല്ല വേഷം ധരിച്ച് നല്ല ശൈലിയിൽ നല്ല രൂപത്തിൽ ആദരിക്കപ്പെടേണ്ട വേഷം സ്വീകരിച്ചുകൊണ്ടാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വന്നത്. എല്ലാവർക്കും അറിയുന്നതാണ്. സമയക്കുറവ് കൊണ്ട് ഞാൻ അത് വിശദീകരിക്കുകയില്ല. പക്ഷേ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വസ്തനാകുന്ന വക്കീലാണ്. ആ സൂക്ഷ്മശാലിയാകുന്ന ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങൾ വന്ന പിരിവുകാരന്റെ, വന്ന റിസീവറുടെ കയ്യിലൊറ്റ പിടിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾക്ക് മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള പൈസയല്ല, ഇത് നിങ്ങൾക്ക് പെട്രോൾ പമ്പ് തുടങ്ങാനുള്ളതല്ല, ഇത് നിങ്ങൾക്ക് വില പിടിപ്പുള്ള കാറ് വാങ്ങാനുള്ളതല്ല, ഇത് നിങ്ങൾക്ക് ബാങ്കിലെ പണയം വെച്ചതിന്റെ പലിശ അടച്ചു തീർക്കാനുള്ള പണമല്ല, ഇത് സകാത്തിന്റെ മുതലാ, അതുകൊണ്ട് ഇത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹാനാകുന്ന സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അവിടെ വെച്ചുകൊണ്ട് അവന്റെ കൈ പിടിച്ചിട്ട് മഹാനാകുന്ന അബൂ ഹുറൈറ തങ്ങൾ ഇവനെ മാറ്റിക്കളയുമ്പോൾ അവന്റെ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ് വേഗം കരയും. നേരത്തെ അഷ്റഫ് ഫൈസി കർണാടി പറഞ്ഞു സൂചിപ്പിച്ചല്ലോ, കരയാൻ വലിയ മിടുക്കന്മാരാകുന്ന ആളുകൾ ഇവർക്ക് മുമ്പേ ഇവിടെ നേതൃത്വം നൽകി എന്നല്ല, ഇവരെ പോലത്തെ സംഘടനകൾക്ക് എന്നോ തുടക്കം കുറിച്ചിട്ടുണ്ട്. അവരെ നേതാവ് അന്ന് കരഞ്ഞ സന്ദർഭം മഹാനാകുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു തആല വിശദീകരിച്ചു. കരഞ്ഞുകൊണ്ട് പറയുന്നത്, ഞാൻ ഈ സക്കാത്തിന്റെ മുതൽ എടുക്കാൻ വന്നത് എനിക്ക് കഴിക്കാനാണ് എന്നല്ല പറഞ്ഞത്, എന്നെ കൊണ്ട് കുറെ കുട്ടികൾ ജീവിക്കുന്നുണ്ടെന്നാ. അത് ഇയാളുടെ സ്വഭാവമാണ്. എന്നെ കൊണ്ട് കുറെ ആളുകൾ ജീവിക്കുന്നുണ്ട്, അവർക്ക് നൽകാനാണ്. സുബ്ഹാനല്ലാഹ്. പാവപ്പെട്ട കുട്ടികളെ കഥ പറഞ്ഞാൽ ആരാ പിരിവ് കൊടുക്കാതിരിക്കുക എന്ന് വെച്ചിട്ടാണെങ്കിലും സൂക്ഷ്മശാലിയാകുന്ന സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഒരിക്കലും വിട്ടില്ല, തരാൻ പാടില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആളെ മടക്കി അയച്ചെങ്കിലും രണ്ടാമത്തെ ദിവസവും ഇയാൾ ഇതേ വരവ്. യഥാർത്ഥത്തിൽ ഇയാൾ എപ്പോഴെങ്കിലും വന്നു പോകുന്ന ഒരു വിസിറ്റിംഗ് വിസ തയ്യാറാക്കിയ ആളല്ല, ഒരു സ്ഥിരം വിസ തന്നെ ഉള്ള ആളാണ് ഇയാൾ. ഈ സ്ഥിരം വിസയുമായി നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി.
ഇയാള് പിന്നെയും വന്നു വരവ് ആവർത്തിച്ചപ്പോൾ മഹാനാകുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ മനുഷ്യ, നിങ്ങൾ എത്ര പാവപ്പെട്ട ആളെ പേര് പറഞ്ഞിട്ടാണ് വരുന്നത് എങ്കിലും ഇന്നലെ ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നു, അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നു, ഇന്ന് ഞാൻ നിങ്ങളെ ഇസ്ലാമിന്റെ കോടതിയിൽ ഹാജരാക്കും. സുബ്ഹാനല്ലാഹ്, കോടതി എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് വലിയ പേടിയാ. അപ്പൊ ഈ അഹമ്മദ് വേണ്ടി വരും, അപ്പൊ കുഞ്ഞാലിക്കുട്ടി വേണ്ടി വരും, അവനെല്ലാവരും ഇയാൾക്ക് വേണ്ടി വരും. കോടതി എന്ന് പറഞ്ഞ ഇയാൾക്ക് അങ്ങനെയാ. ഇയാളാകെ പേടിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു, എന്നാ പിന്നെ എന്നെ നിങ്ങൾ വെറുതെ വിടണം, ഇനി അങ്ങോട്ട് വരൂല. നിങ്ങൾ ഇന്നലെയും വരൂല എന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ മിനിയാന്നും വരൂല എന്നല്ലേ പറഞ്ഞത്, പിന്നെയും എന്താ നിങ്ങൾ ഇങ്ങനെ വരുന്നത്? അതുകൊണ്ട് ഇന്ന് ഞാൻ ഇസ്ലാമിന്റെ കോടതിയിൽ ഹാജരാകും, അഥവാ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ആവേശത്തോടെ തന്നെ ചൊല്ലിക്കോ, ഇത് വെള്ളിയാഴ്ച രാവാണ്. അള്ളാഹു ഈ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. സത്യമായി ബോധ്യപ്പെടുന്ന മജ്ലിസാക്കി അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ അസത്യങ്ങളെയും അള്ളാഹു അറബിക്കടലിലേക്ക് വലിച്ചെറിയുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ ശ്രദ്ധിച്ചോ, മഹാനാകുന്ന സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോഴേക്ക് ഇവൻ ഭയപ്പെട്ടു. ഇവൻ നല്ല ഹിക്മത്തുള്ളവനാ, നല്ല തന്ത്രമുള്ളവനാ, രക്ഷപ്പെടാൻ പഠിച്ചവനാ. പത്രക്കാരന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയും, രാഷ്ട്രീയക്കാരന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയും, ഏതൊരു ക്യാമറക്കാരന്റെ മുമ്പിലും രക്ഷപ്പെടാൻ കഴിയും, ഏതൊരു മുതലാളിയുടെ മുമ്പിലും രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെ രക്ഷപ്പെടാനുള്ള കഴിവുള്ള ആളായപ്പോൾ അദ്ദേഹത്തിന്റെ നമ്പർ ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങൾക്ക് നല്ല വഴന്നു പറഞ്ഞുതരാം, ഒരു ഇൽമ് പഠിപ്പിച്ചു തരാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ചേകന്നൂർ മൗലവി ലഅനത്തുല്ലാഹി അലൈഹി അവർ വലിയ ദേഷ്യായിരുന്നു. അവനിങ്ങനെ ആലോചിക്കുക, എന്താ അബൂ ഹുറൈറ തങ്ങൾ കുറഞ്ഞ കാലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒപ്പം നടന്നിട്ടുള്ളൂ, എന്നിട്ട് എങ്ങനെ ഇത്ര തോന ഹദീസ് അദ്ദേഹത്തിന് കിട്ടിയതാ? ഇതാണ് ഇവനെ ചിന്തിച്ചിട്ട് പിടുത്തം കിട്ടാത്തത്. അവനെ മാന്തിയിട്ട് ഇപ്പോൾ പിടുത്തം കിട്ടുന്നില്ല. അവനെ മാന്തിയിട്ട് എവിടെയാണ് ഇവനെ കുഴിച്ചിട്ടത് എന്ന് കുഴിച്ചിട്ട ആളുകളും പറയുന്നില്ല, പണം പറ്റിയ ആളുകളും പറയുന്നില്ല, പത്രക്കാരും സത്യം പുറത്തേക്ക് കൊണ്ടുവരുന്നില്ല. സത്യത്തിൽ ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ഇവനുള്ള വിരോധത്തിന് ഒരു കാരണം ഇത്ര ഹദീസ് എവിടുന്ന് കിട്ടിയെന്നുള്ളതാ. എവിടുന്ന് കിട്ടിയ AP മനസ്സിലാക്കിക്കോ, എല്ലാവരും മനസ്സിലാക്കിക്കോ. ഇൽമ് എന്ന് പറഞ്ഞാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് അതൊരു വലിയ സംഭവമാണ്. അപ്പോഴേക്ക് പിന്നെ കോടതി കൊണ്ടുപോകുന്ന കാര്യം, കള്ളനെ പിടിച്ച കാര്യം, റിസീവറെ പിടിച്ച കാര്യം, കൂപ്പണുമായി വന്ന ആളെ പിടിച്ച കാര്യമൊക്കെ മറന്നുപോയി. ഇൽമ് പറഞ്ഞിട്ടാണെങ്കിൽ ഞാൻ വെറുതെ വിടാം. അപ്പോൾ ഇവന് ഇൽമ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. എങ്ങനെയാ ഇൽമ് പറയുന്നത് കേട്ടാൽ ഒരു ലോക്കൽ മുസ്ലിയാരൊന്നുമല്ല, ഒരു സാധാരണക്കാരനെ പോലെയുമല്ല. സുബ്ഹാനല്ലാഹ്, കരഞ്ഞുകൊണ്ട് സംസാരിക്കാൻ കഴിവുള്ള ഇവൻ, നല്ല ശൈലിയിൽ സംസാരിക്കാൻ കഴിവുള്ള ഇവൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച് ഓതുകയാണ്, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആയത്തുൽ കുർസി അങ്ങ് ഓതിയിട്ട് ഇവൻ പറയുന്നു, ഇത് നിങ്ങൾ പതിവാക്കിയാൽ പിന്നെ പിശാചിന്റെ ഷെറിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം, ഇബ്ലീസിന്റെ ഷെറിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന വല്ലാത്ത ദിക്റാണ് എന്ന് പറഞ്ഞ് ശൈഖ് മുരീദുമാർക്ക് കൊടുക്കുന്നത് പോലെ ഇജാസത്ത് കൊടുക്കുക ഇവൻ ചെയ്യുന്നത്. വേണമെങ്കിൽ വന്ന ആളെ കുറിച്ച് ശൈഖുനാന്നൊക്കെ കണ്ട ആളുകൾ പറഞ്ഞു പോകും. അയാളെ സ്വഭാവം കണ്ടാൽ, അയാളെ ദിക്ർ ചെല്ലുന്നത് കണ്ടാൽ, അയാളെ വേണമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ശൈഖുനാന്നൊക്കെ പറഞ്ഞു പോകും. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ചേലും കോലും അങ്ങനെയാ. ഏതാവട്ടെ, ഇതൊക്കെ പറഞ്ഞ് ഇൽമ് കിട്ടിയ സന്തോഷത്താൽ ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ആളെ മടക്കി അയച്ചു. പക്ഷേ പിറ്റേ പ്രഭാതം ശ്രദ്ധിച്ചോ, അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തിലേക്ക് മഹാനാകുന്ന അബൂ ഹുറൈറ തങ്ങൾ ചെല്ലുന്ന സന്ദർഭം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ല അബൂ ഹുറൈറ, ഇന്നലെ വന്നാളെ എങ്ങനെയുണ്ട്? അള്ളാന്റെ റസൂലിന് അറിയാലോ എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ ഈ ഖൗമ് സംഘടന രൂപീകരിക്കുന്നതിന്റെ 1400 കൊല്ലം മുമ്പ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കസ്സാബൂന എന്ന് ഇവരെ പറ്റി പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരാൻ പോകുന്ന കാലത്തുള്ളതൊക്കെ അറിയാം. എല്ലാം വിശദീകരിച്ച് കാണാൻ കഴിവുള്ളവരാണ്, അറിയാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് ഇന്നലെ രാത്രി വന്ന ആളെ എങ്ങനെയുണ്ട് ഒരു ചോദ്യം.
മഹാനാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് ചോദിച്ചപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിന്നെ അയാളെപ്പറ്റി എത്ര സീഡി ഇറക്കിയാലും മതിയാവൂല, അതിന് മാത്രം പറയാണ്ട് അയാളെപ്പറ്റി എത്ര പുസ്തകം എഴുതിയാലും കഴിയൂല. അയാളെപ്പറ്റി എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. കാരണം എന്താ? അങ്ങനത്തെ രൂപത്തിലാണ് അദ്ദേഹം നടക്കുന്നത്.